അതെ, നമ്മുടെ രാജ്യം മതേതരത്വത്തിലൂന്നിയതാണ്, ജനാധിപത്യത്തിലൂന്നിയ ഒരു രാജ്യമാണ്. എല്ലാ മതക്കാരുമുണ്ട്, ഒരു ജനാധിപത്യ രാജ്യവും മതേതര രാജ്യവും മുമ്പ് എല്ലാവരും ഇതിൽ ജീവിച്ച അല്ലെങ്കിൽ നാട്ടിൽ ജനിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ പൗരത്വമുള്ളവരാണ്. മുമ്പ് ഒരു NRCയുടെ വിഷയം വന്നു, പൗരത്വത്തിൻ്റെ ബില്ലുമായിട്ട് ഒരു വിഷയം, അതിലൊരുപാട് ഒച്ചപ്പാടുകളും കോലാഹലങ്ങളൊക്കെ ഉണ്ടായത് നമുക്കറിയാം. ഇത് പുതിയൊരു പരിപാടിയാണ് SIR. അപ്പം അതിനെക്കുറിച്ച് അത് മുമ്പുണ്ടായ NRCയുടെ മറ്റൊരു പകർപ്പാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു, ഇതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് ബഹുമാനനായ AP ഉസ്താദ് പറഞ്ഞു. അതിനിടയിൽ ഒരുത്തം കമൻ്റ് ഇട്ടിരുന്നു, എന്ത് ഇന്ത്യൻ പൗരന്മാർക്കുള്ളതാണ് ഇത്, ജനാധിപത്യവും വോട്ടവകാശവും ഒക്കെ പറഞ്ഞിട്ട് ഒരാൾ വല്ല വോയിസ് ഇട്ടുണ്ട്. പിന്നെന്താ കോയാമോ? എടാ മോയന്തേ, ഭരണഘടനയുടെ ഭരണഘടനയെക്കുറിച്ചും അതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ താൻ വല്ല സംസാരിക്കുന്നില്ല, വല്ല വായിക്ക്. ഉസ്താദിനെ കോയാന്ന് വിളിച്ചിട്ട് അത് നിൻ്റെ സംസ്കാരമായിരിക്കും. ഓക്കെ, എന്തോ ആവട്ടെ, കാരണം അതാണല്ലോ നിങ്ങളുടെ സംസ്കാരം. ഉത്തരയില്ലെങ്കിൽ കൊല്ലണം കുത്താന്നുള്ളത്. ഉസ്താദ് പറഞ്ഞത് അങ്ങനെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് പുനഃപരിശോധിക്കണം എന്നാണ്. അത് പറയുമ്പോൾ ഇങ്ങനെ പിന്നെ പൗരത്വത്തിൻ്റെ പേര് പറയാൻ, നിനക്കൊന്നിൻ്റെ ആപ്പനും തറവാടുക സ്വത്ത് ഇത് കിട്ടിയാണോ ഈ രാജ്യം? ഞങ്ങൾ ഈ വരുന്ന ന്യൂനപക്ഷത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ പൗരത്വം അളക്കാൻ നിനക്കാരനുഭവം തോന്നുന്നു? അത് ശ്രദ്ധിക്കണം, പരിശോധിക്കണം എന്ന് പറഞ്ഞതല്ലേ. അത് നിങ്ങൾ പറയുമ്പോഴേക്ക് ഇത്രമാത്രം പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഭരണഘടനയെ വല്ല സംബന്ധിച്ച് പറയുന്നത്, ഭരണഘടനയ്ക്ക് പുല്ല് വില പോലും നൽകാത്ത ഇന്നത്തെ നിൻ്റെ വർഗത്തിന് എന്ത് ഭരണഘടന? ഭരണഘടനയ്ക്ക് പുല്ല് വിലയാണ്. ഭരണഘടന പറയുന്ന ഏത് ആക്റ്റാണ് നിങ്ങളിവിടെ അനുസരിച്ചിട്ടുള്ളത്? ഭരണഘടന പറയുന്ന ഏത് നിയമമാണ് നിങ്ങളിവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്? ഭരണഘടനയെപ്പോഴും മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്കെന്ത് ഭരണഘടന? എന്നിട്ട് ആവും വല്ല വന്നിട്ട് അളക്കുക. അത് അതിൻ്റെ പിന്നിലുള്ള എന്താണെന്ന് അന്വേഷിക്കണം, അത് ഒന്നും കൂടി പുനഃപരിശോധിക്കണം എന്ന് പറയുമ്പോഴേക്ക് ഓൻ വല്ല പൗരത്വമായിട്ട് വന്നത്. നിൻ്റെ പൗരത്വം നീ ആദ്യം തെളിയിക്കാങ്ങായി. ഇവിടെ നടക്കുന്ന ഒരു ന്യൂനപക്ഷത്തിൻ്റെ പൗരത്വം തെളിയിക്കാനും നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാൻ നിന്നെയൊന്നും തെളിയിക്കേണ്ട, നിനക്കൊന്നും കാണിച്ചു തരേണ്ട ഒരാവശ്യമില്ല. സർട്ടിഫിക്കറ്റ് അത് നിൻ്റെ മുമ്പിലൊന്നും അടിയറ വെക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഉസ്താദ് പറഞ്ഞത് കേട്ടാ. ഇതെന്തിൻ്റെ കളിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉസ്താദ് അങ്ങനെ പ്രതികരിച്ചത്. എന്നിട്ട് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കും. ഒന്ന് പോലങ്ങായി.